അമേരിക്ക തുടരുന്ന ഹോർമിസ് കടലിടുക്കിന് മേൽ തുടരുന്ന ഈ ഉപരോധം നീക്കിയില്ല എങ്കിൽ തങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കേണ്ടി വരുമെന്ന് ചൈന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ചൈനയുടെ പ്രതിരോധ മന്ത്രി അഡ്മിറൽ ഡോങ് ജുൻ ആണ് യുഎസിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ ഊർജ ആവശ്യങ്ങൾക്ക് മേൽ കൈകടത്തുന്ന ഏത് രാജ്യത്തിനെ നേരിടും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എണ്ണയുടെ 40%, LNGയുടെ 30% ഇറാനിൽ നിന്നാണ്. ഇത് തങ്ങളുടെ വ്യാപാര കരാറാണ്, വ്യാപാര പങ്കാളിയാണ് ഇറാൻ. അതും ഈ യുദ്ധവുമായി ബന്ധമില്ല. പക്ഷേ തങ്ങൾ അവിടെ നിന്ന് എണ്ണയും ഗ്യാസും മറ്റും വാങ്ങുന്നത് തടഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾക്ക് അത് പ്രതിരോധിക്കേണ്ടി വരും. സംഘർഷത്തിലേക്ക് തങ്ങളെ കൂടെ നിങ്ങൾ വലിച്ചിഴക്കുകയാണ് എന്നുകൂടി കടുത്ത ഭാഷയിലാണ് അഡ്മിറൽ ഡോങ് ചിങ് അവരുടെ പ്രതിരോധ മന്ത്രി, ചൈനയുടെ പ്രതിരോധ മന്ത്രി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ചൈനയും ഈ സംഘർഷത്തിന്റെ ഭാഗമായി മാറുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, ഈ ഹോർമുസ് കടലിടുക്കിൽ ഈ ഉപരോധം ഏർപ്പെടുത്തുന്നതോടുകൂടി അന്താരാഷ്ട്ര സാമ്പത്തിക രംഗത്ത് വലിയ തകർച്ചയെ തന്നെയാണ് നേരിടാൻ പോകുന്നത്. ഇതിനോട് മിക്ക രാജ്യങ്ങൾക്കും യോജിപ്പില്ല. ഫ്രാൻസും ബ്രിട്ടനും അടക്കം ഇതിനെ എതിർപ്പുമായി രംഗത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യക്കും ഇതിനകത്ത് എതിർപ്പുണ്ട്. കാരണം ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നും മറ്റുമുള്ള എണ്ണ വരവിനെ ഇത് സാരമായി തന്നെ ബാധിക്കും. ഇറാനും അമേരിക്കയും ഒക്കെ ഇന്ത്യയുടെ എണ്ണ ടാങ്കറുകൾ തടയില്ല എന്ന് പറയുമ്പോൾ പോലും യുദ്ധം തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ഈ എണ്ണ ടാങ്കർ അവിടെ നിന്ന് ഇവിടത്തേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രയാസമേറിയ ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ മിക്കവാറും ഏറെക്കുറെ എല്ലാ രാജ്യങ്ങൾക്കും ഇതിനോട് യോജിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വളരെ മുൻപോട്ട് വന്നുകൊണ്ട് പരസ്യമായി തന്നെ യുഎസിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ചൈന. കാരണം ചൈനയെ സംബന്ധിച്ച് ഇറാനിൽ നിന്നുള്ള എണ്ണയും ഗ്യാസും ഒക്കെ തന്നെയാണ് അവരുടെ ഊർജത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. ആ ഊർജ പ്രതിസന്ധിയിൽ തന്നെയാണ് ഇപ്പോൾ ചൈന 2-3 തവണയായി അവിടെ എണ്ണയ്ക്കും മറ്റുമൊക്കെ വില കൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇനിയും അതും കൂട്ടുവാനോ ഇല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകാനോ ചൈന ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഉപരോധത്തെ മറികടന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം ചൈനയുടെ ഒരു ടാങ്കർ ഹോർമുസ് കടന്നിരുന്നു. ഇനിയും അത്തരത്തിലുള്ള ഒരു നീക്കമുണ്ടായാൽ അത് സംഘർഷത്തിലേക്കോ യുദ്ധത്തിലേക്കോ കടക്കാനുള്ള സാഹചര്യവുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.